എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതൊരു റോഡാണ്. ഈ റോഡിൻ്റെ സ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പള്ളിയുടെ മുന്നിൽ കൂടെ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചിടം വേണ്ട ലാൽസ് ചിക്കൻ സെൻ്ററൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലോട്ടൊരു വഴി മൂലൻസ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് കനാലിൻ്റെ സൈഡിൽ കൂടെ. ആ വഴിയാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടെയും നിൽക്കുന്ന കാട്, അതുമാത്രമല്ല ഈ റോഡിൻ്റെ ഒരു സ്ഥിതിയാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇവിടെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ക്യാൻസർ പേഷ്യൻറ്റ് ഒരു ചെറിയ അതിൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഒരു കട നടത്തിയിരുന്നു. അതപ്പോഴേക്കും പുറംപോക്കിലാണ് സംഭവങ്ങൾ. നോക്കേ, പുറംപോക്കിലായിരിക്കാം, അദ്ദേഹത്തെ മാറ്റി തൊട്ടപ്പുറത്തേക്ക് സ്ഥാപിച്ചു. ഈ ചാലക്കുടി പട്ടണത്തിൽ എത്രത്തോളം പുറംപോക്കുകളും എത്രത്തോളം കയ്യേറ്റങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ള എന്തെല്ലാം സംഭവങ്ങൾ നടക്കേണ്ടതെന്നറിയാം. ഇതൊന്നും ഒരാൾക്കും ഒരു കണ്ണി പിടിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, സോൾബി സുനിൽ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ വീട് പൊളിച്ചു മാറ്റി. അത് എന്ത് യുദ്ധകാല അടിസ്ഥാനത്തിലായിരുന്നു അറിയാം. പടക്കം പൊട്ടിച്ച് ഈ സാധനം പൊളിച്ചു മാറ്റി. എന്തൊരു വികസനമെന്നറിയാം അവിടെ വന്നേക്കണേ. മൾട്ടിനാഷണൽ കമ്പനികളാണ് അവിടെ വന്നേക്കണത്. നമ്മുടെ പള്ളിക്കനാലിനോട് ചേർന്നിട്ട് മൾട്ടിനാഷണൽ കമ്പനികളും IT പാർക്കുകളൊക്കെ കൊണ്ട് സജീവ സമ്പന്നമായി. എന്തൊടുക്കത്തെങ്കിലും ഈ പാവങ്ങളുടെ മേത്ത് കുതിര കയറലാണ് ഇവർ സ്ഥലം പരിപാടി. അവിടെ ഒഴിപ്പിച്ചു, അവിടെ വീടുകൾ ഒഴിപ്പിച്ചു. ഇപ്പോൾ ഈ പോരണ ഈ വഴിയുടെ ഇവിടെ തൊട്ട് സൈഡിൽ ഇവിടെയും ഉണ്ട് കയ്യേറ്റങ്ങളും സംഭവങ്ങളും. അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കണമുണ്ട്. എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഈ റോഡിൻ്റെ സ്ഥിതിനെ ഞാൻ കാണിച്ചു തന്നെ. ഇതിൽ കൂടെ പോരണമെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ലാൻഡിങ് ബോട്ട് ഉണ്ടല്ലോ, കടലിൽ കൂടെ പോണ സംഭവം, അങ്ങനെയുള്ള വല്ല സംഭവമൊക്കെ വെച്ച് പോകണം. പിന്നെ അത് മാത്രമല്ല, രോഗങ്ങൾ പടർന്ന് പിടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെയൊക്കെ. ഇതിൻ്റെ ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള പുല്ലും കാടൊക്കെ ഇതൊക്കെ എന്ന് വെട്ടി വൃത്തിയാക്കേണ്ടതായിരുന്നു. എന്തെങ്കിലും ചെയ്തേണ്ടതൊക്കെ. നിങ്ങൾ നോക്കിയേ, അപകടങ്ങൾ സ്ഥിരം, ഇഴജന്തുക്കളുടെ ഒരു കേന്ദ്രം. ഇപ്പോൾ ഈ രാത്രി സമയങ്ങളൊക്കെ ഇതിൽ കൂടെ ഷോർട്ട് കട്ടിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. ഈ സൈഡാണ് ഞാൻ പറഞ്ഞത്. ആരുടെ എന്തൊക്കെയായിരുന്നാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇടപെടില്ലേ. വേറെ ഒന്നും പറയാനില്ല. അതീവ ശോചനീയ സ്ഥിതി. ആളുകൾ വീഴുന്നുണ്ട്. ഇന്നും ഒരു ചേച്ചി വീണു, പറഞ്ഞു എന്നുള്ളൂ. ഈ റോഡ് ചാലക്കുടി സൗത്തിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് പാവപ്പെട്ട ആളുകൾ താമസിച്ചിരുന്നു. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഇവിടെ അപ്പോൾസറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തെയൊക്കെ 2 കൊല്ലം മുന്നേ മുനിസിപ്പാലിറ്റിയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി അപ്പുറത്തെ ആ ചേട്ടൻ വാടകയ്ക്ക് അവിടെ ഷെഡ് വെച്ച് കെട്ടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പല ആളുകളെയും ഒഴിവാക്കി. പക്ഷേ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ഈ റോഡിൻ്റെ സ്ഥിതി ഒന്ന് നോക്കുക. ഈ കനാലിൻ്റെ തൊട്ടടുത്ത് ഇപ്പോഴും വീടുകൾ ഇങ്ങനെ ഉണ്ടല്ലോ, അതെന്താ ചെയ്യണത്? അത് വീടുകളല്ല, അത് മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഓഫീസുകളാണ്. അതേപോലെ അവിടെ കടകൾ അല്ല. അപ്പോൾ ശരിക്കും അതവിടെ നിൽക്കാനായിട്ട് എന്ത് ഇതുണ്ട്? ഇവരുടെ താല്പര്യം ഇവർക്ക് ഇപ്പം അതും പൊളിച്ചു മാറ്റേണ്ടതല്ല, ശരിക്കും പൊളിച്ചു മാറ്റേണ്ടതാണ്. മുനിസിപ്പൽ സമിതിയുടെ താല്പര്യപ്രകാരം ഇവരെ സ്വാധീനിച്ചായിട്ടും കാരണം കൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് പൊളിച്ചു മാറ്റി ഇവിടുത്തെ റോഡ് ഇടാത്തതിൻ്റെ കാരണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വാർഡിൽ ഇപ്പോൾ എൻ്റെ അറിവനുസരിച്ച് മെയിൻ്റനൻസിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ വാർഡിനും ഫണ്ടുണ്ട്. ഈ വാർഡിലെ ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് ഇവർ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. ഇപ്പോൾ ഈ കാട് ഇവിടെ കഴിഞ്ഞ ദിവസം വലിയൊരു സർപ്പം, ഒരു മൂർക്കുംപാമ്പ് ഇതിൽ വട്ടമുറിഞ്ഞ് കിടക്കുന്നത് ഞങ്ങളിത് ഈ കടയിൽ നിന്നിട്ട് ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ആളുകൾ ഇനി ആരുടെയെങ്കിലും മരിച്ചാൽ മാത്രമേ ഈ റോഡ് വൃത്തിയാക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുല്ല് വെട്ടാൻ വരെ ഇവർ തയ്യാറാവുള്ള കൗൺസിൽ. ഇവിടെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്? അപകടം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി വീണു. ഇപ്പോൾ അടുത്തടുത്ത് രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ ഈ കുഴിയിൽ വീണ് അവർ ചെളിയായിട്ട് എന്തോ ഫംഗ്ഷന് പോയിട്ടിരുന്ന സ്ത്രീകളാണ്. അവരുടെ മേത്ത് ചെളിയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഉച്ചയ്ക്ക് മുന്നായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനം ബന്ധപ്പെട്ടവർ ചെയ്യാതെ വെറുതെ മറ്റേ കസേരാമ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഭരിക്കുന്നത്. വാർഡിൽ ഇറങ്ങി വന്ന വാർഡിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ ഭരണകക്ഷിപ്പെട്ട ഒരു കൗൺസിലറുടെ വാർഡാണ്. ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ചെയർമാൻ്റെ സ്വന്തം ആളാണെന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് പോലെ ഈ വാർഡിനെ തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറുണ്ട്. ഇത് ജനങ്ങൾ ഇനി ഇതിപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ പ്രതിഷേധിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യണം. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് ചെല്ലും. ഇതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം.